Meet the editors. ഇനി മീറ്റ് ദ എഡിറ്റേഴ്സിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക്. മന്ത്രി സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനവുമായി KCBC. വിമർശിക്കുമ്പോൾ മന്ത്രി ഔന്നത്യം കാണിക്കണമായിരുന്നുവെന്ന് KCBC വക്താവ് ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ക്രൈസ്തവ സഭാ പ്രതിനിധികൾക്കെതിരെ സജി ചെറിയാൻ നടത്തിയ പരാമർശത്തിന് പിന്നാലെയാണ് KCBCയുടെ വിമർശനം. റിപ്പോർട്ട്. BJP വിരുന്നിന് വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായെന്നും മുന്തിരി വാറ്റിയതും കേക്കും കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയം മറന്നുവെന്നുമായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പരാമർശം. ആലപ്പുഴ പുന്നപ്രയിലെ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു മന്ത്രിയുടെ പരാമർശം. ചില ബിഷപ്പുമാർക്കൊക്കെ പ്രത്യേക രോമാഞ്ചമുണ്ട്. BJP നേതാക്കന്മാരെ വിളിച്ചത് പ്രത്യേക രോമാഞ്ചം. അപ്പൊ അങ്ങനെ രോമാഞ്ചം കൂടി കുറച്ചുപേര് പോയി ഡൽഹിയിൽ. കേക്കിന്റെ പീസും പിന്നെ മുന്തിരിങ്ങായിട്ട് വാറ്റിയ സാധനവും എല്ലാം കഴിച്ച് സ്തുതിയൊക്കെ പാടി പോകുന്നു. ഈ പോയ ആളുകൾ ഒരു വാക്ക് ആ മണിപ്പൂരിൽ ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിൽപ്പെട്ട നൂറുകണക്കിന് ആളുകളെ കശാപ്പ് ചെയ്യുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നിടപെട്ടൊരു വാക്ക് പറഞ്ഞു. പറയാനുള്ള അർജുണ്ടോ? ഒരു അർജുമില്ല. ഇതിന് പിന്നാലെയാണ് മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി KCBC രംഗത്തെത്തിയത്. സജി ചെറിയാന്റെ വാക്കുകൾക്ക് ഔദത്യമില്ലെന്നും പ്രത്യേക നിഘണ്ടുവിൽ നിന്ന് വാക്കുകളെടുത്താണ് മന്ത്രി സംസാരിക്കുന്നതെന്നും KCBC വക്താവ് ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി റിപ്പോർട്ടറിനോട്. ശ്രീ സജി ചെറിയാനെ പോലെയുള്ള ആളുകൾ പലപ്പോഴും ഉപയോഗിക്കുന്ന പദങ്ങൾ ഒരു പ്രത്യേക നിഘണ്ടുവിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എതിർപക്ഷത്തുള്ളവരെ അല്ലെങ്കിൽ താങ്കൾ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നവരെ അഭിസംബോധന ചെയ്യുന്ന രീതി സാംസ്കാരികമായി ഔന്നിത്യത്തിൽ നിൽക്കുന്ന കേരളത്തിലെ സമൂഹത്തിൽ സ്വീകാര്യമാകുന്നില്ല എന്ന കാര്യം ഇത്തരം സ്ഥാനത്തിരിക്കുന്നവർ, ഇങ്ങനെ പ്രതികരിക്കുന്നവർ ഓർത്തിരിക്കണം എന്ന് മാത്രമാണ് ഇത്തരണത്തിൽ പറയുവാനുള്ളത്. മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തിൽ ക്രൈസ്തവർക്ക് നീരസമുണ്ടെന്നും KCBC വക്താവ് പറഞ്ഞു. റിപ്പോർട്ട് കൊച്ചി. മീറ്റ് ദി എഡിറ്റേഴ്സിലെ ആദ്യ ചോദ്യം ഇതാണ്: മന്ത്രി മതിമറന്നു. സ്മൃതി, നമ്മൾ മന്ത്രിയുടെ വാക്കുകൾ കേട്ടു. അതിനെതിരെ KCBCയുടെ പ്രതികരണവും വന്നു കഴിഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രി നവകേരള സദസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പേര് പരാമർശിക്കാതെ മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ച് ഈ വിഷയത്തെക്കുറിച്ച് പറയുകയും 4 വോട്ടിനു വേണ്ടിയാണ് ഈ നാടകങ്ങൾ എന്നൊക്കെ വിമർശിക്കുന്നത് നമ്മൾ കേട്ടു. മന്ത്രി മതിമറന്നോ? മന്ത്രി മതിമറന്നിട്ടില്ല എന്നുള്ളതല്ല എൻ്റെ മറുപടി. മന്ത്രി മതിമറന്നിട്ടില്ല എന്ന് മാത്രമല്ല, കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞിരിക്കുന്നു. പലപ്പോഴും ഈ പറഞ്ഞതുപോലെ വല്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന ഒരു നേതാവാണ്. ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട അരാഷ്ട്രീയമായ പ്രതികരണത്തിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തതാണ്. പക്ഷേ ഈ പ്രതികരണം അങ്ങനെയല്ല, കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ്. ചില കാര്യങ്ങൾ ചിലർക്ക് മനസ്സിലാക്കാൻ ശക്തമായ ഭാഷ വേണ്ടി വരുമെന്ന് പണ്ട് വിജയമാഷ് പറഞ്ഞിട്ടുണ്ട്. അതുപോലുള്ളൊരു പ്രതികരണമാണ് നടത്തിയത്. എന്തുകൊണ്ടാണ് പറയുന്നത്? ഇപ്പോൾ BJP നൽകിയ മുന്തിരി വാറ്റിയതും കേക്കും കഴിച്ചപ്പോൾ ബിഷപ്പുമാർ മണിപ്പൂരിനെ മറന്നു. അത് പറയേണ്ടി വരും. കാരണം ബിഷപ്പുമാർ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും വിരുന്നിന് വിളിച്ചാൽ പോകേണ്ടി വരില്ലേ? ഇനി അഥവാ പോകുന്നില്ലെങ്കിൽ അത് ശരി, പോകേണ്ടി വരേണ്ട ഒരു സാഹചര്യമുണ്ട്. ശരി, പോവുകയാണെങ്കിൽ തന്നെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് വരണ്ടേ? അവിടെ പോയി ആ വിരുന്ന് സ്വീകരിച്ച് മടങ്ങി വരികയല്ലല്ലോ ബിഷപ്പുമാർ ചെയ്യേണ്ടത്. BJPയെ സംബന്ധിച്ച് കൃത്യമായ അജണ്ടയുണ്ട്. കാരണം നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ സഭയുമായി ബന്ധപ്പെട്ട് സഭയുമായി അടുക്കാൻ പല ശ്രമങ്ങളും നടത്തിയിരുന്നു. മണിപ്പൂർ വന്ന ഘട്ടത്തിലാണ് അതൊന്ന് ഇടയ്ക്ക് മുറിഞ്ഞു പോയത്. അപ്പോൾ സഭയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ ശ്രമങ്ങൾക്ക് BJPക്ക് ഒരു പരിധിവരെ വിജയിക്കാൻ സാധിച്ചിട്ടുമുണ്ട്, അല്ലേ? ലവ് ജിഹാദിൻ്റെ കാര്യത്തിൽ ആ വിഷയത്തിലൊക്കെ സംസാരിക്കുന്ന BJPക്കാർ പറയുന്ന അതേ കാര്യം ഏറ്റെടുത്തുകൊണ്ട് നാർക്കോട്ടിക് ജിഹാദ്, ഈ 2 വിഷയങ്ങളും അവർ ഏറ്റെടുക്കുകയും ഒരു മുസ്ലിം വിരോധം സൃഷ്ടിക്കുന്ന, അതിൽ ഒരു സമാന ഐക്യം ഉണ്ടാക്കുന്നതിൽ BJP പലപ്പോഴും വിജയിച്ചിട്ടുണ്ട്. മുസ്ലിം വിരോധം എന്ന് പറയുമ്പോൾ അന്യമതസ്ഥരോട് മുഴുവനുള്ള വിരോധമാണ് BJPക്ക് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരുപക്ഷെ BJPക്ക് ക്രിസ്ത്യൻ മതപണ്ഡിതന്മാർക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ബിഷപ്പുമാർക്ക് സാധിക്കുന്നില്ല. നേരത്തെയുള്ള കാര്യങ്ങൾ മറക്കാൻ പാടില്ലല്ലോ. ഗ്രഹാം സ്റ്റെയിൻ തൊട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അത് മറന്നു. മണിപ്പൂരിലെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ആ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് മരിച്ചവരുടെ സംസ്കാരം നടന്ന കഴിഞ്ഞ ദിവസമാണ് സംസ്കാരം നടന്നിട്ടുള്ളത്. 2023 ആദ്യത്തെ 8 മാസം ക്രൈസ്തവർക്കെതിരെ 525 ആക്രമണങ്ങളാണ് ഉണ്ടായതെന്ന് പറഞ്ഞത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറമാണ്. അപ്പോൾ അങ്ങനെ ഒരു വിരുന്നിനെ വിമർശിക്കാൻ ഇവർക്ക് കൃത്യമായും അവകാശമുണ്ട്. അത് പറയേണ്ടത് ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ഒരു മന്ത്രി തന്നെയാണ്. അത് ആരെങ്കിലുമൊക്കെ പറയണ്ടേ? പിന്നെ വേറെയും കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഈ കണക്കുകൾ മുന്നിലുള്ളപ്പോൾ ഈ 2023 കണക്ക് പറഞ്ഞു, 36 മണിക്കൂറിൽ നടന്ന മരണങ്ങൾ 249 ക്രിസ്ത്യൻ ദേവാലയങ്ങൾ, 36 മണിക്കൂറിൽ 249 പള്ളികൾ
തകർത്തു എന്ന് പറഞ്ഞത് അവിടുത്തെ ആർച്ച് ബിഷപ്പാണ് ഡൊമിനിക് ലുമൻ അല്ലേ. സുപ്രീം കോടതിയിൽ വന്ന ഹർജിയിൽ വന്ന കണക്കെന്താണ്? 600-ലേറെ ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ഇതാണ് ഈ നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. 2023 ആദ്യത്തെ 8 മാസം ക്രൈസ്തവർക്കെതിരെ 525 ആക്രമണങ്ങൾ നടന്ന ശേഷം ഈ വിരുന്നിന് പോകുമ്പോൾ മണിപ്പൂരിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ വരികയാണോ ബിഷപ്പുമാർ ചെയ്യേണ്ടത്? അപ്പോൾ ഈ ബിഷപ്പുമാർ പറയുന്നത് എന്താണ്? KCBCയുടെ വക്താവ് എന്ന് പറഞ്ഞതാണ് ക്രൈസ്തവ സമൂഹത്തിനാകെ നീരസമുണ്ട്, ഉന്നത സ്ഥാനത്തുള്ളവരെ അധിക്ഷേപിക്കാൻ പ്രത്യേക നിഘണ്ടുണ്ട് എന്ന്. ഈ ക്രൈസ്തവ സമൂഹത്തിന് നീരസമുണ്ട് എന്ന് ബിഷപ്പുമാർ പറഞ്ഞാൽ ബിഷപ്പുമാർ പറയുന്നതിനെ മുഴുവനുമായി ഉൾക്കൊള്ളുന്നവരാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം എന്ന് ഞാൻ കരുതുന്നില്ല. കൃത്യമായ രാഷ്ട്രീയവും ചുറ്റും നടക്കുന്നതും ഒക്കെ കാണുന്നവരാണ് കേരളീയർ. കേരളത്തിലുള്ള ക്രൈസ്തവർക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാം. ഇപ്പോൾ നടക്കുന്ന സ്നേഹവിരുന്ന്, തുടരുന്ന സ്നേഹവിരുന്ന്, ആ സ്നേഹവിരുന്ന് വലിയ ഗുണം ചെയ്യുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അപ്പോഴും ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ BJP സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ആ പരിപാടിയിൽ ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ഫാദർ ഷൈജു അവിടെ BJP അംഗത്വം സ്വീകരിച്ചു. അന്ന് 47 ക്രിസ്ത്യൻ പ്രതിനിധികൾ BJPയിലേക്ക് ചേർന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ശരി, ഇപ്പോൾ ഈ സംഭവത്തിൽ സജി ചെറിയാൻ പറഞ്ഞ വിഷയത്തിൽ മന്ത്രി വി മുരളീധരൻ വളരെ ഞെട്ടലും ഖേദവും വിഷമവും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും അന്യമതസ്ഥർക്കോട് പ്രതികരിക്കുന്നതിൽ ഒരു ഖേദം ഈ രൂപത്തിലെങ്കിലും ഉണ്ടായത് നന്നായി. മണിപ്പൂരിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടാത്ത പ്രധാനമന്ത്രിയോട് ഒരു കാര്യത്തിലെങ്കിലും പ്രതികരിക്കാൻ ആവശ്യപ്പെടാത്ത ഈ ബിഷപ്പുമാർ മുഴുവൻ ക്രൈസ്തവ സമൂഹത്തിൻ്റെയും പ്രതിനിധികളായി പ്രതികരിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സജി ചെറിയാൻ സാധാരണ പറയുന്ന പോലുള്ള അരാഷ്ട്രീയമായ അല്ലെങ്കിൽ വായത്തോന്ന് വിളിച്ചു പറഞ്ഞൊരു മന്ത്രിയാണെന്ന് ഞാൻ കരുതുന്നു. പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുമ്പോഴും ചില ഭാഷയിലൊക്കെ കുഴപ്പം പറ്റാറുണ്ട്. പക്ഷേ ഇന്ന് പറഞ്ഞിരിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയമാണ്. അത് ഇവിടുത്തെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഏറ്റെടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ നിലയ്ക്കലിലെ ഓർത്തഡോക്സിൻ്റെ സഭാ നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ഫാദർ ഷൈജുമോൻ 47 അംഗങ്ങളുമായി ഈ BJPയിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് അതിന് അനുഗ്രഹം കൊടുത്തത് അവിടുത്തെ വലിയ മെത്രോപൊലിത്തയായിരുന്നു. അതൊരു ചെറിയ കഥയല്ല. അതായത് ഇന്നലെ ഈ സജി ചെറിയൻ സംസാരിച്ച പുന്നപ്രയിൽ നിന്ന് 2.25 മണിക്കൂർ സഞ്ചരിച്ചാൽ നിലയ്ക്കലേക്ക് എത്താം. അപ്പോൾ നിലയ്ക്കലിൽ ഈ സംഭവം നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് ക്രൈസ്തവ വിരുന്ന് സ്വീകരിച്ച പുരോഹിതന്മാരെ കുറിച്ച് സജി ചെറിയൻ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഞാനതിനെ 2 തരത്തിലാണ് കാണുന്നത്. അതിനൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഫാദർ ഷൈജുമോൻ അടക്കമുള്ള ആളുകൾ നിലയ്ക്കലിൽ നിന്ന് BJPയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നു. രണ്ടാമത്തെ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അത് മൊത്തം നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ അരിത്തമാറ്റിക്സ് ആണ്. കേരളത്തിൽ 18% ക്രിസ്ത്യൻ വോട്ട് എന്ന് പറയുന്നത്. ആ 18% വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കാലാകാലങ്ങളിലായി UDFിൻ്റെ ഒരു സേഫ് ഡിപ്പോസിറ്റ് ആയിരുന്നു. 58% 2021 UDFിൻ്റെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ട് ബാങ്കായി CSDSൻ്റെ സർവേയിൽ പറയുന്നത്. 2016 അത് 51 എന്ന് പറഞ്ഞാൽ 2016 നിന്ന് 2021 എത്തുമ്പോഴേക്കും കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ട് 7% കണ്ട് UDFിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്. എന്നാൽ 2024 ആകുമ്പോഴേക്കും സ്ഥിതി മാറുന്നുണ്ട്. കാരണം കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ വിഭാഗം LDFിലേക്ക് പോകുന്നു. അതിനോടൊപ്പം തന്നെ ക്രൈസ്തവ വോട്ടുകൾ LDFിലേക്ക് ചായാനുള്ള സാധ്യതയുണ്ടാവുന്നു എന്ന കണക്കുകളൊക്കെ നിൽക്കുന്നു. മാത്രവുമല്ല മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ തീവ്രമായ പ്രതികരണവുമായി LDFും സർക്കാരുമൊക്കെ കേരളത്തിൽ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. പംപ്ലാനി പോലും തൻ്റെ നിലപാട് മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ ഒരു മാറിയ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ നിൽക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് ഞെട്ടിച്ചുകൊണ്ട് 47 അംഗങ്ങൾ ക്രൈസ്തവ വിശ്വാസികൾ വലിയ മെത്രോപൊലിത്തയുടെ സാന്നിധ്യത്തിൽ തന്നെ BJPയിലേക്ക് ചേക്കേറുന്ന ഒരു രാഷ്ട്രീയ പരിണാമം ഉണ്ടാവുന്നത്. അതിനോടനുബന്ധിച്ചാണ് സജി ചെറിയാൻ്റെ പ്രതികരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗത്തിൻ്റെ ഒടുവിൽ പറയുന്നുണ്ട് ചില ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ നിഘണ്ടു വിരുന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ? ഞാൻ ആ പ്രസംഗം സൂക്ഷിച്ച് കേൾക്കുന്നു. ചില ബിഷപ്പുമാർക്ക് പ്രത്യേക രോമാഞ്ചമുണ്ടാവും BJP നേതാക്കൾ ക്ഷണിക്കുമ്പോൾ എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ കേക്കിൻ്റെ പീസും മുന്തിരിങ്ങ ഇട്ടുവാറ്റിയ സാധനവും ഒക്കെ കഴിക്കുന്ന സമയത്ത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്നുള്ളത് ഇവർ മറന്നുപോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ശരിയാണ്. ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്, ഡൽഹിയിൽ നിന്നുള്ള ക്രിസ്ത്യൻ സഭാ പ്രതിനിധികളുണ്ട്, കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്. മാത്രവുമല്ല 60ഓളം മറ്റു വ്യവസായികളും 60 പേരോളമാണ് കല്യാൺ മാർഗിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുത്തത്. അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടിയിരുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. ബിഷപ്പുമാർ നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ 600-ലധികം ക്രിസ്തീയ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ്, ഇനിയും മണിപ്പൂരിൻ്റെ മുറിവുണങ്ങാത്ത പശ്ചാത്തലത്തിലാണ് ഒരു ക്രൈസ്തവ വിരുന്നിൽ പങ്കെടുക്കുന്നത് തെറ്റല്ല. പങ്കെടുത്തതിനു ശേഷം തങ്ങളുടെ നിലപാട് കൂടി അവിടെ പറയണമായിരുന്നു എന്നതാണ്.
ഒരുപാട് പറയാനുള്ള അവസരമുണ്ടായിരുന്നു. ആ അവസരം പക്ഷേ നരേന്ദ്രമോദിയുടെ അപദാനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ക്രൂരമായ ഫലിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സജി ചെറിയാൻ പറഞ്ഞത് രാഷ്ട്രീയമായ പരാമർശമാണ്. അതിൽ ഏതെങ്കിലും ബിഷപ്പുമാർക്ക് വേദനയുണ്ടെങ്കിൽ അത് കാര്യമില്ല. അത് ക്രൈസ്തവ സമൂഹത്തിന് അത് മനസ്സിലാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇത് ആദ്യമായിട്ടല്ല ഇത് സംഭവിക്കുന്നത്. ഇത് പല ഘട്ടങ്ങളിലും, ഇപ്പോൾ സ്നേഹവിരുന്നിന് നേരത്തെ കേക്കുമായിട്ട് പോകുന്നത് കണ്ടു, ഈസ്റ്റർ വിരുന്ന് പോകുന്നത് കണ്ടു, യുവം സംഘടിപ്പിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ഈ താജ് ഹോട്ടലിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ 8 സഭാപ്രതിനിധികളാണ് നേരിട്ട് പോയി പങ്കെടുക്കുന്നത്. പക്ഷേ അതിനുശേഷമാണ് മണിപ്പൂർ ഒരു വലിയ വിഷയമായി വരുന്നത്. മണിപ്പൂർ നമ്മുടെ മുന്നിൽ നിന്ന് കത്തുകയാണ്. ഇപ്പോഴും ആ കത്തുന്ന മണം നമുക്ക് കേൾക്കാം. പച്ചമാംസം കത്തുന്ന മണം നമുക്ക് മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. അവരുടെ നിലവിളികൾ, ആ നഗ്നരായിട്ട് പോവുക, പരേഡ് നടത്തപ്പെട്ട പെൺകുട്ടികളുടെ വളരെ നിസ്സഹായമായ നിലവിളികൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടതുമാണ്. ആ കാഴ്ച അത്ര പെട്ടെന്ന് മറന്നു പോകുന്നു എന്നുള്ളതാണ് ബിഷപ്പുമാർക്കെതിരെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിമർശനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആ അർത്ഥത്തിൽ രാഷ്ട്രീയമായ പ്രതികരണം തന്നെയാണ്. അത് സജി ചെറിയാൻ എന്ന മിനിസ്റ്റർ നടത്തിയിരിക്കുന്നു. അതിൻ്റെ ബിഷപ്പുമാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വേദനിപ്പിക്കുന്ന പരാമർശമായി പോയി, സാംസ്കാരിക ഔന്നത്യമില്ലാത്ത പ്രയോഗമായി പോയി എന്നൊക്കെ ബിഷപ്പുമാർക്ക് പറയാം. മറുഭാഗത്ത് UDFിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. UDFിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റായ 2 പ്രതികരണങ്ങൾ കൂടി കണ്ടു. അതിലൊരു പ്രതികരണം വന്നത് പാണക്കാട്ട് നിന്നാണ്. പാണക്കാട്ട് എന്ന് പറഞ്ഞത് ഈ ബിഷപ്പുമാർ പോയതിനെ വിമർശിക്കുന്നുണ്ട്. പറയുന്നത് ബിഷപ്പുമാർ ചോദിക്കണമായിരുന്നു, മണിപ്പൂരിൽ എന്തു സംഭവിച്ചിരുന്നു എന്ന് ചോദിക്കണമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെയാണ് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ, MN വിജയ മാഷ് പറഞ്ഞത്, ചില കാര്യങ്ങൾ പറയേണ്ട ഭാഷയിലും പറയേണ്ട രീതിയിലും പറഞ്ഞാൽ മാത്രമേ കേൾക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. പാണക്കാട് തങ്ങളുടെ വിഷയം നമ്മൾ ചർച്ച ചെയ്തില്ല, കാര്യമായി ചർച്ച ചെയ്തില്ല. ബിനോയ് വിശ്വം ഇതേ വിഷയത്തിലുള്ള നിലപാട് സ്വീകരിച്ചു, അതും നമ്മൾ ചർച്ച ചെയ്തില്ല. സജി ചെറിയാൻ്റെ വിഷയമാണ് ആ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള റിമാർക്കായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മതിമറക്കുകയല്ല, അത് സജി ചെറിയാൻ്റെ രാഷ്ട്രീയ നിലപാടിൽ നിന്നുകൊണ്ടുള്ള പ്രതികരണം എന്ന നിലയിലാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. നികേഷ് കുമാർ, നോക്കൂ, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ വീണ്ടും കടക്കുന്നില്ല. പക്ഷേ സജി ചെറിയാൻ കുറച്ചുകൂടി കാര്യങ്ങൾ പറയേണ്ടിയിരുന്നു എന്ന വാദക്കാരനാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നു, താടിയുള്ളപ്പനെ പേടിയുണ്ട്, കുനിയാൻ പറയുമ്പോൾ ഇഴയുന്നു തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ ഇവിടെ ചേരുംപിടി വേണമെങ്കിൽ ചേർക്കാമായിരുന്നു സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ എന്താ വിഷയം എന്ന് പറയുന്നത്, 2023 എന്ന് പറയുന്ന വർഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ക്രൈസ്തവർ നേരിട്ട ഏറ്റവും കൊടിയ പീഡനങ്ങളുടെ വർഷമാണ്. അക്കാര്യത്തിൽ ഞാൻ നേരത്തെ ഈ കാര്യങ്ങളെ ന്യായീകരിക്കാൻ വന്നിട്ടുള്ള ഒരു ഫാദറിനോടും ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ആയിരിക്കാമെന്നാണ്. അതിനെ ഡൈല്യൂട്ട് ചെയ്യാനുള്ള ഒരു വൃദ്ധാശ്രമം നടത്തുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആണ് അത് എന്നുള്ളത് നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കണക്കുകളൊക്കെ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. നോക്ക്, ഇത് ഇങ്ങനെ ഒരു വർഷകാലഘട്ടത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു ക്രിസ്മസ് ദിനത്തിൽ ഈ പറയുന്ന ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ സംഘടിപ്പിച്ച് നിർത്താൻ കഴിയുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. അവിടെ ഇപ്പോൾ വിരുന്ന് എന്ന് പറയുമ്പോൾ നമ്മളൊരു വൈനും കേക്കും കൊടുത്തു കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുന്ന പരിപാടിയല്ല. എല്ലാവർക്കും ഇത് വെറും നമ്മൾ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. അവിടെ വലിയ ബിസിനസ്സുകാരുണ്ട്, NRIs ഉണ്ട്, കായിക മേഖല അടക്കമുള്ള വ്യത്യസ്ത രംഗങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവരായിട്ടുള്ള പ്രമുഖരുണ്ട്. ഇവരെല്ലാവർക്കും സംസാരിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്തിരുന്നു. ഇവരെല്ലാം പലതരത്തിൽ അപദാനങ്ങൾ പാടിയിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരിടത്ത് പോലും മണിപ്പൂർ എന്ന വാക്ക് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ നിലയിലുള്ള പരാമർശങ്ങളല്ല, അതിനേക്കാൾ കടുത്ത പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ആവശ്യമായിരുന്നു. അതാണ് സജി ചെറിയാൻ വളരെ മൃദുമായ ഭാഷയിൽ പറഞ്ഞത് എന്നാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. എന്താ ഇവിടെ പ്രശ്നം? ദ ഹിന്ദുവിൽ 2 മാസം മുമ്പ് വന്ന വാർത്തയുണ്ട്. 6 സംഘടനകൾക്കാണ് FCRA റദ്ദ് ചെയ്തിട്ടുള്ളത്. അതിൽ 4 എണ്ണവും ക്രൈസ്തവ സഭകളുടേതാണ്, ക്രൈസ്തവ സംഘടനകളുടേതാണ്. FCRA എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള ഫണ്ട് വരുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ അനുമതി. ഈ അനുമതി ഇല്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം പണം പുറത്തുനിന്നുണ്ടാകില്ല. പല സഭകളും പലതരത്തിലാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ നിലയിൽ ക്രൈസ്തവ സഭകളുടെ FCRA അനുമതി നിർത്തലാക്കുന്നു എന്നുള്ളൊരു ഭീഷണി ഡെമോക്രസിൻ്റെ വാൾ പോലെ പല സഭകളുടെയും മുന്നിൽ നിൽക്കുന്നു. 2, പുറത്തു നിന്നുള്ള ആളുകൾക്ക് ഇന്ത്യയിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് വീസ ലഭിക്കണം. ആ നിലയിൽ വീസ ലഭിക്കുന്നത് എവിടെയെങ്കിലും ഒരു തടസ്സം വന്നാൽ അതും വലിയ ബുദ്ധിമുട്ടാകും. അതായത് ക്രൈസ്തവരായിട്ടുള്ള സാധാരണക്കാരായ വിശ്വാസികൾ അക്രമം നേരിടുന്നതല്ല പ്രശ്നം. ഞങ്ങളുടെ പ്രശ്നം FCRAയുടെ അനുമതിയാണ്, ഞങ്ങളുടെ പ്രശ്നം വീസയാണ്.
ബിഷപ്പുമാരുടെ ജീവിത രീതിയൊക്കെ വളരെ സമ്പന്നതയിലുള്ള ജീവിത രീതിയാണെന്ന് ആ സഭയിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ വിമർശനം ഏറ്റുവാങ്ങുന്ന ഘട്ടത്തിൽ ഞങ്ങളുടെ സുഖലോലുപത, ഞങ്ങളുടെ സമ്പന്നത, അതിനപ്പുറത്തേക്ക് ക്രൈസ്തവ ദേവാലയങ്ങളുടെ അൾത്താരെ അടിച്ചു തകർക്കുന്നതോ പാവപ്പെട്ട ക്രിസ്ത്യാനികൾ ശാരീരിക ആക്രമണം നേരിടുന്നതോ ഒരു വിഷയമല്ല എന്ന് കാണുന്ന ബിഷപ്പുമാർ അവിടെ പോയപ്പോൾ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്നു എന്നുള്ളതാണ്. അതിനെ ഉചിതമായ വാക്കുകൾ കൊണ്ടാണ് സജി ചെറിയാൻ പ്രസംഗത്തിൽ പരാമർശിച്ചത് എന്നാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. സുജയ, ഇക്കാര്യത്തിൽ ബി ജെ പിക്ക് കൃത്യമായ അജണ്ടയുണ്ട്. അത് മുസ്ലിം വിരോധമാണെന്ന് സ്ഥാപിക്കാനായിട്ട് ശ്രീമതി സ്മൃതി പരുത്തിക്കാട് ഇവിടെ ശ്രമിക്കുന്നത് കണ്ടു. പ്രതിനിധികൾ ചേർന്നുവെന്ന് കേൾക്കുന്നു. അങ്ങനെയല്ല, അവർ ബി ജെ പിയിൽ തന്നെ ചേർന്നതാണ് എന്നതാണ് ആ വാർത്തയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ കുക്കി മെയ്തേയ് എന്നതിന് പകരം ബി ജെ പി വേഴ്സസ് ക്രിസ്ത്യൻസ്, അതാണ് മണിപ്പൂർ എന്ന് സ്ഥാപിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിലാണ് ഈ KCBC-യുടെ വാർത്താക്കുറിപ്പും KCBC-യുടെ പ്രതികരണവും ഒക്കെ വന്നിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വിരുന്നിനേക്കാൾ ശക്തിയുണ്ട് ഇപ്പോൾ KCBC-യുടെ ഈ പ്രതികരണത്തിന്. വിരുന്നിൽ പങ്കെടുത്ത് കൊണ്ട് കൃത്യമായി തങ്ങൾക്ക് പറയാനുള്ള പോഡിയം അവിടെ ഉണ്ടായിരുന്നു. അവിടെ എന്തുകൊണ്ട് അവിടെ ഈ പറയുന്ന ബിഷപ്പുമാർ അവിടെ പങ്കെടുത്ത മുംബൈ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, ദില്ലി ആർച്ച് ബിഷപ്പ് അനിൽ ഖൂട്ടോ, സിറോ മലബാർ ഫരീദാബാദ് രൂപതാ ബിഷപ്പ് കുര്യാക്കോസ് ഭരണകുളങ്ങര, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ഡയറക്ടർ പോൾ സുരൂപ്, ഇവരൊക്കെ അവിടെ സംസാരിച്ചതാണ്. ആ സംസാരിച്ചവർ ആരും തന്നെ മണിപ്പൂർ വിഷയത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിലേക്കോ കടന്നില്ല. അവർക്ക് പറയാനുള്ള വേദി അവിടെ ഒരുങ്ങിയിരുന്നു. ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മോണോലോഗ് ആയിരുന്നില്ല നരേന്ദ്രമോദി ആ വിരുന്നിൽ. 1.5 മണിക്കൂറാണ് അവിടെ സമയമുണ്ടായിരുന്നത്. അതിനുശേഷമാണ് സജി ചെറിയാൻ ഇപ്പോൾ നടത്തിയ പരാമർശം. അത് കൃത്യമായി ക്രൈസ്തവ സഭകൾ, ക്രൈസ്തവ ബിഷപ്പുമാർ, മറ്റു സമുദായ നേതാക്കൾ അവരെല്ലാവരും BJP-യോട് അടുക്കുന്നതിലുള്ള CPIM-ന്റെ വിറളി പിടിക്കലിന്റെ ഒരു പ്രതികരണമായിട്ടാണ്. കാരണം KT ജലീൽ നേരത്തെ നടത്തിയ പരാമർശത്തെക്കുറിച്ചും KCBC പറയുന്നുണ്ട്. KT ജലീൽ, അതിനുശേഷം ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ, അതിനുശേഷം വൈകുന്നേരമാകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് ഒരു സീരീസ് ഓഫ് കമന്റ്സ് ആണ്. അത് സ്വാഭാവികമായി വന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. ആസൂത്രിതമായ പ്രതികരണം തന്നെയാണത്. കാരണം അല്ലെങ്കിൽ CPIM-ന്റെ പുന്നപ്ര നോർത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസ് R മുരളീധരൻ നായർ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങൾ സജി ചെറിയാൻ പറയുന്നതിന്റെ സാങ്കത്യം എന്താണ്, അതിന്റെ ആവശ്യകത എന്തായിരുന്നു ആ വേദിയിൽ എന്നുള്ളത് അതൊരു രാഷ്ട്രീയ ആവശ്യകതയായിരുന്നു. ചില ബിഷപ്പുമാർക്ക് BJP നേതാക്കൾ വിളിച്ചാൽ പ്രത്യേക രോമാഞ്ചം എന്ന് പറഞ്ഞുകൊണ്ട് ബിഷപ്പുമാരെ അങ്ങനെ അവഹേളിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ക്രിസ്മസ് വിരുന്നിനെ കുറിച്ച് പറയുമ്പോൾ മുന്തിരി വാറ്റിയതും കേക്കും എന്നൊക്കെ പറഞ്ഞുള്ള അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ പ്രതികരണം എന്നൊക്കെ വിവക്ഷിക്കാമെങ്കിലും അങ്ങനെയല്ല. പ്രധാനമന്ത്രിയെ കാണാൻ പോയ ബിഷപ്പുമാരടക്കമുള്ളവരെ അവഹേളിക്കുന്ന പരാമർശം തന്നെയാണ് ഉണ്ടായത്. അനുചിതമായ പരാമർശമായിരുന്നു. ആ പരിപാടിയിൽ അത് പറയേണ്ട ആവശ്യകത എന്തായിരുന്നു എന്ന ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സജി ചെറിയാന്റെ നേരത്തെയുള്ള പരാമർശങ്ങൾ വിലയിരുത്തപ്പെട്ടതാണ്. ഭരണഘടനയിലെ മൗലികാവകാശം ചുക്കും ചുണ്ണാമ്പും കുന്തവും കുടച്ചക്രവുമാണ് ഭരണഘടനയിൽ, അങ്ങനെ തുടങ്ങിയ ആ പരാമർശങ്ങൾ ചർച്ചയായതാണ്, പരാതിയായതാണ്. അതിനുശേഷമുള്ള സഭയുടെ ഇടപെടലുമൊക്കെ ഈ മന്ത്രിസ്ഥാനം തിരിച്ചു കിട്ടുന്നതിൽ നിർണായകമായത് നമ്മൾ കണ്ടതാണ്. കാരണം ബൈജു നോയൽ ഹർജി പിൻവലിക്കുന്നതോ അല്ലെങ്കിൽ അതിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചതൊക്കെ ഏത് ഘട്ടത്തിലാണെന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഇക്കാര്യത്തിൽ സജി ചെറിയാൻ എന്തുകൊണ്ട് ഇതിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ബിഷപ്പുമാർക്കും സർക്കാരിനുമിടയിലെ അല്ലെങ്കിൽ CPIM-നിടയിലെ പാലമായ സജി ചെറിയാനെ കൊണ്ട് തന്നെയാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ചെങ്ങന്നൂർ MLA ആയി സജി ചെറിയാൻ ജയിക്കുന്നത് ക്രൈസ്തവ സഭയുടെ കൂടി സഹായത്തോടു കൂടിയാണ്. അങ്ങനെയുള്ള സജി ചെറിയാൻ സഭയെ തള്ളിപ്പറഞ്ഞു എന്ന തോന്നൽ KCBC-ക്ക് ഉണ്ടായെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഇതേ രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് ഉണ്ടാവുക. ബിഷപ്പുമാരോടെല്ലാം അടുപ്പമുള്ളയാളാണ് സജി ചെറിയാൻ. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അദ്ദേഹം ആലോചിക്കേണ്ടിയിരുന്നു. കാരണം വ്യക്തിപരമായി സജി ചെറിയാൻ ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരാളല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇക്കാര്യത്തിൽ ഇന്ന് KCBC-യുടെ വക്താവ് ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളിയാണ് പ്രതികരണവുമായി വന്നത്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം, സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെ സംബോധന ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള നിഘണ്ടു അവരുടെ കയ്യിലുണ്ട്. ഇത്തരം നിഘണ്ടു ഉപയോഗിക്കുന്ന ഒരു സ്കൂൾ, അത് റെഫറൻസ് CPIM-നെ കുറിച്ചാണ്. ക്രൈസ്തവരെ കുറിച്ച് പറയുമ്പോൾ, ക്രൈസ്തവ നേതാക്കളെ കുറിച്ച്, സഭാധ്യക്ഷന്മാരെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾക്ക് കുറച്ചുകൂടി മാന്യത ആകാം CPIM-നും സജി ചെറിയാനും. പിന്നെ ക്രൈസ്തവർ ഏത് രാഷ്ട്രീയം സ്വീകരിക്കണം, ഏത് നിലപാട് സ്വീകരിക്കണം എന്ന് CPIM അല്ല പറയേണ്ടത്. അങ്ങനെയുള്ള CPIM-ന്റെയോ സജി ചെറിയാന്റെയോ ഒരു ഫത്വ സ്വീകരിക്കേണ്ടവരല്ല കൃത്യമായും സഭ എന്നത് KCBC-യുടെ വക്താവ് തന്നെ പറഞ്ഞു വെക്കുകയാണ്. പിന്നെ ഒരു വിരുന്നിന് പോയത് കൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയോട് ചായ്വുണ്ട് എന്നൊക്കെ സ്ഥാപിക്കാൻ നോക്കുന്നത്, അത് വോട്ട് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കുമുള്ള അവരവരുടെ സ്വാതന്ത്ര്യമാണ്. അത് ആർക്ക് വേണമെന്ന് അവർ നിശ്ചയിച്ചിട്ടുണ്ടാകും. പിന്നെ നിരോധിക്കപ്പെട്ട പാർട്ടിയുടെയോ അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട സംഘടനയുടെ പരിപാടിക്കല്ലല്ലോ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിനാണ് അവിടെ പോയത്. അവിടെ KCBC തന്നെ പറയുന്നുണ്ട്, ക്രൈസ്തവർ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളെക്കുറിച്ച് അവരോട് സംസാരിക്കാൻ രാജ്യത്തെ പ്രധാനമന്ത്രി ആദ്യമായി വിളിച്ച വിരുന്നു സൽക്കാരമാണ്. അതിൽ
നിഷേധാത്മക നിലപാട് സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്നത് KCBC ആണ്. അപ്പോൾ അവരുടെ ഒരു തോന്നൽ അതാണ് എന്ന് അവർ പറഞ്ഞു വെക്കുമ്പോൾ അത് മറ്റൊരു തരത്തിലാണ്, അങ്ങനെയല്ല അവർ ചെയ്യേണ്ടത്, കുറച്ചുകൂടി കൂടുതൽ സജി ചെറിയാൻ പറയണമായിരുന്നു എന്നൊക്കെ പറയുന്നത് അത് എന്താണ് അതിൻ്റെ ഒരു യുക്തി എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഈ NDAയുടെ ക്രിസ്തുമസ് സ്നേഹസംഗമം പരിപാടി, അതിൽ ഈ ഭദ്രാസനം സെക്രട്ടറി അംഗത്വം എടുക്കുന്നത് അതും വളരെ നാച്ചുറൽ പ്രോസസ് ആണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതൊക്കെ ആലോചിച്ചുറപ്പിച്ച ഒരു തീരുമാനം തന്നെ ആകണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടിയിൽ തന്നെ അംഗത്വം എടുക്കുന്ന രീതിയിൽ അത് ക്രമീകരിക്കപ്പെട്ടതും കൃത്യമായ കൂടിയാലോചനകളും നേരത്തെയുള്ള സംഭാഷണങ്ങളും ഒക്കെ നടന്നതിൻ്റെ ഒരു തുടർച്ച ആ വേദിയിൽ സംഭവിച്ചു എന്നതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല KCBC ചോദിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. KCBCയുടെ ആസ്ഥാന കാര്യാലയത്തിൽ ക്രിസ്മസ് കൂട്ടായ്മ നടന്നിരുന്നു. അതിൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു. അതിനുശേഷമാണ് KT ജലീൽ അതിനെ സഭ്യമല്ലാത്ത രീതിയിൽ വിമർശിച്ചുവെന്ന് KCBCയുടെ തന്നെ പ്രതികരണം വരുന്നത്. അവരൊരു വാർത്താക്കുറിപ്പ് ഇറക്കി. അതിനുശേഷം വീണ്ടും KT ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിച്ചുകൊണ്ട് ന്യായീകരിച്ച് കൂടുതൽ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നഷ്ടം വരുന്നത് CPIM-ന് തന്നെയാണ്. അതായത് കൃത്യമായി മുസ്ലിങ്ങളോട് കാണിക്കുന്ന ഒരു പ്രോ മുസ്ലിം സ്റ്റാൻഡ് എടുക്കുകയും ക്രൈസ്തവർക്കെതിരെ ഇങ്ങനെ പറയാൻ മന്ത്രിമാർക്ക് ഒരു ഫ്രീഡം കൊടുക്കുകയും ചെയ്യുന്നു മുഖ്യമന്ത്രി എന്നൊരു ധ്വനി അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു നറേറ്റീവ് മറുഭാഗത്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ട്രാപ്പിലേക്ക് ചെന്ന് ചാടിക്കൊടുക്കുന്ന ഒരു പ്രസ്താവനയുടെ തുടക്കമാണ് സജി ചെറിയാൻ നടത്തിയത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നരേന്ദ്രമോദിയുടെ അപദാനങ്ങൾ പറയുന്നത് ക്രൂരഫലിതവും പിണറായി വിജയൻ്റേത് പറയുന്നത് ഗംഭീരവുമാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുക, അല്ലെങ്കിൽ മോശമാണെങ്കിൽ കൃത്യമായി അതിനെ വിമർശിക്കുക എന്നതാണ്. പിന്നെ പ്രധാനമന്ത്രി പോപ്പ് വരുന്നതിനെക്കുറിച്ച് അവിടെ സംസാരിച്ച 1.5 മണിക്കൂറിൽ സംസാരിച്ച കാര്യങ്ങൾ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുന്നതിനെക്കുറിച്ചാണ്. 2024 അവസാനം അല്ലെങ്കിൽ 2025 മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരുന്നതിനെ കുറിച്ചാണ് അവരോട് സംസാരിച്ചത്. പിന്നെ ക്രിസ്ത്യൻസ് നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അത് നടപ്പാക്കാനുള്ള സഹായ വാഗ്ദാനമാണ് അവിടെ ചെയ്തത്. അപ്പോൾ അതിനെ പൂർണ്ണമായും മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചില്ല. ആ തീരുമാനം എടുക്കേണ്ടവർ തന്നെയാണ് സംസാരിക്കാതിരുന്നത്. അതിന് BJP അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നതാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്. BJPയെ കുറ്റം പറഞ്ഞു ആരെങ്കിലും? ബിഷപ്പിനെയല്ലേ സജി ചെറിയാൻ കുറ്റം പറഞ്ഞത്? അല്ല, വിരുന്ന് സ്വീകരിക്കാൻ പോയവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സജി ചെറിയാൻ. നോക്കൂ, അതാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഞാൻ ഒരു ഇഫ്താർ വിരുന്ന് പ്രധാനമന്ത്രി സംഘടിപ്പിക്കുന്നതായി കേട്ടിട്ടുണ്ടോ? ഇഫ്താർ വിരുന്നിൽ ഈ പറയുന്ന പോലെ രാജ്യത്തെ പ്രധാനപ്പെട്ട മൗലവിമാർ പങ്കെടുക്കുന്ന ഒരു ഇഫ്താർ വിരുന്ന് നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ BJPയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ കണക്കുകളും മണിപ്പൂരിലെ കണക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞു. CPM ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പന്തളം നഗരസഭ ഭരിക്കുന്നത് BJPയാണ്. അവിടെ ഹിന്ദു ഓർത്തഡോക്സ് വോട്ടർമാരെ കൂട്ടിയിണക്കിയാണ് അവിടെ ഭരണത്തിലെത്താൻ BJP കഴിഞ്ഞത്. പതുക്കെയാണല്ലോ പിടിക്കുക. ആ പതുക്കെ പിടിക്കുന്നത് മുസ്ലിം വിഭാഗത്തിനോടുള്ള എതിർപ്പ് ഇവരിൽ കൂടി കുത്തിവെച്ചുകൊണ്ട് മുസ്ലിം വിരോധം സൃഷ്ടിച്ചുകൊണ്ട് PC ജോർജിനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ക്രിസംഖി എന്നുള്ള ഒരു പ്രത്യേക വിഭാഗം രൂപപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ലവ് ജിഹാദിനും നാർക്കോട്ടിക് ജിഹാദിനും ഒക്കെ എവിടെ നിന്ന് പിന്തുണ കിട്ടി, അതെങ്ങനെ ഒരുപോലെ ഏതൊക്കെ നേതാക്കൾ ഏറ്റെടുത്ത് പറഞ്ഞു നമ്മൾ കണ്ടതാണ്. മതപണ്ഡിതന്മാർ ബിഷപ്പുമാരും അതേപോലെ പറയുന്നു, അപ്പുറത്ത് BJPയും അതുപോലെ പറയുന്നു. അപ്പോൾ അവർക്ക് ഐക്യപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴി എന്നുള്ളത് മുസ്ലിം വിരോധമാണ്. അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു എന്ന് സുജയ പറയുന്നു, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ കൃത്യമായ രാഷ്ട്രീയമാണ്. ഇതൊന്നും മനസ്സിലാക്കാത്ത ആളല്ല VD സതീശൻ. പക്ഷേ VD സതീശൻ എന്നാണ് പറഞ്ഞത്, പ്രമാണിമാരുടെ വീട്ടിലേക്ക് കള്ളു കൊടുത്ത് ചീത്ത വിളിക്കാൻ വിടുന്നത് പോലെയാണ് മാന്യരെ അവഹേളിക്കുന്ന നേതാവാണ് സജി ചെറിയാൻ എന്നുള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറവൂരിൽ വന്നിട്ടും സജി ചെറിയാൻ മോശമായി സംസാരിച്ചിട്ടുണ്ട്. സജി ചെറിയാൻ പലപ്പോഴും അങ്ങനെ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ പിന്തുണയ്ക്കാൻ ഇപ്പോൾ കോൺഗ്രസിന് സാധിക്കാത്തത് അതുവഴി നഷ്ടപ്പെട്ടു പോയ ക്രിസ്ത്യൻ വോട്ടുകൾ ഇപ്പോൾ ഇലക്ഷൻ വരുന്ന സമയത്ത് അവരെ പിണക്കണ്ട, ബിഷപ്പുമാരെ പിണക്കണ്ട എന്നുള്ള രീതിയിലാണ്. CPM-നെ സംബന്ധിച്ച് ഇണങ്ങിയും പിണങ്ങിയുമുള്ള സാഹചര്യമാണ് എല്ലാ സമയത്തും ക്രൈസ്തവ സഭകളുമായിട്ടുണ്ടായിട്ടുള്ളത്. നമുക്കറിയാവുന്നതാണ്. ഈ മത്തായി ചാക്കോയുടെ മൃതദേഹം സംസ്കരിച്ചതുമായി ബന്ധപ്പെട്ട നിർകൃഷ്ട ജീവി എന്നൊരു പ്രയോഗം അന്ന് പിണറായി വിജയൻ നടത്തിയെങ്കിൽ ഇന്ന് അങ്ങനെ ഒരു പ്രയോഗം അദ്ദേഹം നടത്തില്ല. ഇതിപ്പോൾ സജി ചെറിയാൻ പറഞ്ഞതിനെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ടൊന്നും മുഖ്യമന്ത്രി സംസാരിച്ചിട്ടില്ല. അതേസമയം പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വാചകം ആ രൂപത്തിൽ ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ അത് സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള ശ്രമം അപ്പുറത്ത് നടക്കുന്നതിനെ വേഗത്തിലാക്കാൻ ഇത് സഹായിക്കുമോ എന്നൊരു ആശങ്ക CPM-ന്. നേരത്തെ MV നികേഷ് കുമാർ പറഞ്ഞതുപോലെ ഇത് പോരായിരുന്നു, കുറച്ചുകൂടി പറയണം എന്നുണ്ടെങ്കിലും അത് പറയാൻ പാടില്ലാത്തത് ഈ അപകടം മുന്നിൽ കണ്ടു. മാത്രമല്ല കാലാകാലങ്ങളിലായി ഇന്ത്യയിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അനുഭവിച്ചു വന്നൊരു അരക്ഷിതാവസ്ഥയുണ്ട്. അത് ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ മക്കളാണെങ്കിലും കന്യാസ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ട വാർത്തയാണെങ്കിലും കാണ്ഡമഹാലിലെ വാർത്തയാണെങ്കിലും ഈ വാർത്തകളെല്ലാം നമ്മളുടെ മുന്നിൽ ചെവിയിലുള്ളതാണ്. ഇതൊക്കെ ബിഷപ്പുമാർക്ക് അറിയാവുന്ന വാർത്തകളാണ്. പല ഘട്ടങ്ങളിൽ ബിഷപ്പുമാർ രാഷ്ട്രീയമായ വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കുകയും ആ അരക്ഷിതാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. മണിപ്പൂരിൽ കൊല്ലപ്പെട്ടത് 60-ലധികം വരുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണെന്നേ. മൊത്തമുള്ളവരിൽ
മണിപ്പൂരിൽ ഒരു വലിയ വിഭാഗം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരുടെ ആരാധനാലയങ്ങൾ മാത്രം ഒറ്റതിരിഞ്ഞ് ആക്രമിക്കപ്പെടുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കണക്കുകൾ എടുത്തു നോക്കിയാലും ഏറ്റവും കൂടുതൽ ആരാധനാലയങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ക്രിസ്തീയ മതവിഭാഗത്തിനാണ്. അതുകൊണ്ടാണ് നേരത്തെ നികേഷ് കുമാർ പറഞ്ഞതുപോലെ 2023 ഏറ്റവും കൂടുതൽ സംഘടിതമായ ആക്രമണം ഇന്ത്യയിൽ നടന്ന ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെതാണ്. ആ പശ്ചാത്തലത്തിലാണ് ഈ വിരുന്ന് നടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസിൻ്റെ ഓർമ്മകൾ, കാണ്ഡമഹാലിലെ ഈ കന്യാസ്ത്രീകളുടെ ദീനരോധനങ്ങൾ, മണിപ്പൂരിൽ നഗ്നയാക്കപ്പെട്ട് പരേഡ് ചെയ്യപ്പെട്ട പെൺകുട്ടികളുടെ കാഴ്ചകൾ, അതെല്ലാം മറന്നുകൊണ്ട് എങ്ങനെയാണ് ഈ ബിഷപ്പുമാർക്ക് നിശബ്ദമായി ഇറങ്ങിപ്പോരാൻ കഴിഞ്ഞത്? ഞാൻ ആ വിരുന്നിൽ പങ്കെടുക്കുന്നതിൽ ഒരു എതിരഭിപ്രായവും പറയുന്നയാളല്ല. കാരണം അത് മുഖ്യമന്ത്രിയുടേതാണെങ്കിലും ശരി, പ്രധാനമന്ത്രിയുടേതാണെങ്കിലും ശരി, അത്തരം ഔദ്യോഗികമായ വിരുന്ന് സൽക്കാരങ്ങളിൽ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളിലും പെട്ട എല്ലാ കമ്മ്യൂണിറ്റി വിഭാഗങ്ങളിൽപ്പെട്ടവരും പങ്കെടുക്കണം. പക്ഷേ അവിടെ പോയി ഈ ബിഷപ്പുമാർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം തങ്ങളിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ഒരു സമുദായത്തിൻ്റെ പ്രതികരണം, അവരുടെ നാവ് കൂടിയാണ് ബിഷപ്പുമാർ എന്നുള്ളതാണ്. പക്ഷേ ആ നാവ് അവിടെ ഉയർത്തിയില്ല എന്നുള്ളതാണ്. അതിന് പിന്നിൽ ഒട്ടേറെ സാമ്പത്തിക വിഷയങ്ങളുണ്ട്. ആ സാമ്പത്തിക താല്പര്യങ്ങൾ എന്താണെന്ന് കേരളത്തിൽ തന്നെ നമുക്കറിയാവുന്നതാണ്. കേരളത്തിൽ അത്തരത്തിലൊരു സ്ഥാപനത്തിൽ തന്നെ റെയ്ഡ് നടന്നിട്ടുണ്ട്. ഡോക്ടർ അരുൺ, സാമ്പത്തിക താല്പര്യം കൊണ്ട് ബിഷപ്പുമാർ മിണ്ടാതിരുന്നു എന്ന വാദത്തോട് ഞാൻ അല്ല, യോജിക്കുന്നില്ല. നിങ്ങൾ യോജിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് അപ്പോൾ പറയാം. അപ്പോൾ അതിന് പിന്നിലുള്ള പൊളിറ്റിക്കൽ അടിസ്ഥാനപരമായ കാര്യം ഭയമാണ്. ആ ഭയം ഉണ്ടാവുന്നത് പല വിധത്തിലാണ്. FCRA എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഫോറിൻ റെഗുലേഷൻ, നിങ്ങൾക്ക് ഫോറിൻ കറൻസി വരുന്നത്, ഫ്ലോ നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും മതപ്രചരണത്തിനുള്ള ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്ന വലിയ ബ്രോഡറായ ഒരു പ്രോസസ്സ് ഇവിടെ കട്ട് ചെയ്യപ്പെടുകയാണ്. ഇവാഞ്ചലൈസേഷൻ പ്രോസസ്സ് കട്ട് ചെയ്യപ്പെട്ടാൽ എങ്ങനെയാണ് മതത്തിന് വളരാൻ സാധ്യമാവുക എന്ന ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് പിന്നിൽ സാമ്പത്തിക രാഷ്ട്രീയമുണ്ട്. ആ സാമ്പത്തിക രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനവും അവിടെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, കേരളത്തിൽ തന്നെ ED റെയ്ഡ് ചെയ്തിട്ടുള്ളൊരു ബ്രോക്കറെ ഇതേ വിഷയത്തിൽ സീറോ മലബാർ 6 കോടി രൂപയുടെ പേരിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പള്ളിക്ക് കത്തയച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെ. അപ്പോൾ ഇതൊക്കെ സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഏറെ ഗൗരവമേറിയ വിഷയം, പലപ്പോഴും ഈ മനുഷ്യാവകാശ വിഷയങ്ങളെ ഈ കമ്മ്യൂണിറ്റി വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് നിശബ്ദമാക്കി കളയുന്നു എന്നുള്ളതാണ്. അവിടെയാണ് മണിപ്പൂരിലെ വിലാപങ്ങളെക്കാൾ അപ്പുറം വൈനിൻ്റെ രുചിക്ക് വലിയ പ്രാധാന്യമുണ്ടാവുന്നു എന്ന സജി ചെറിയാൻ്റെ പ്രസ്താവനയെ ഞാൻ കാണുന്നത്. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റായി തന്നെ ഞാൻ കാണുന്നു. അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. നികേഷ് കുമാർ, നമുക്ക് ഇത്രയേറെ രാഷ്ട്രീയ സാക്ഷരതയുള്ള കാലഘട്ടത്തിൽ, മാധ്യമ വ്യാപനത്തിൻ്റെ സാഹചര്യത്തിൽ നോക്കൂ, നമ്മുടെ മുന്നിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 2023 എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ 5 മാസമായി മണിപ്പൂരിൽ നിന്ന് കത്തുകയാണല്ലേ. 500-ലേറെ പേര് മരിച്ചല്ലോ, കൂട്ടിയിട്ട് കത്തിച്ചല്ലോ, കഴിഞ്ഞ ദിവസം നിരവധി ദേവാലയങ്ങൾ തകർത്തല്ലോ. അപ്പോൾ സ്വാഭാവികമായും BJP പറയുന്നത് എന്താണ്? ഇത് 2 ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് എന്നാണ്. ഇത് ക്രിസ്ത്യൻ വിഭാഗത്തിന് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ പങ്കാളിത്തമില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പിടിച്ചു നിൽക്കാനുള്ള വാദം. നോക്കൂ, അങ്ങനെയാണെങ്കിൽ തന്നെയും ഒരു രാജ്യത്തെ മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് 500-ലധികം പേര് കൊല്ലപ്പെട്ടിട്ട് 5 മാസം ആ സംസ്ഥാനം നിന്ന് കത്തിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി അങ്ങോട്ടേക്കൊന്ന് പോയോ? ഒരു തവണ അഹമ്മദാബാദിൽ ക്രിക്കറ്റ് ഫൈനൽ നടന്നപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ പോയല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പറയുന്ന തോറ്റവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി. വലിയ എംബറാസ്മെൻറ്റിലാണ് ആ തോറ്റ കളിക്കാർ ആ കൈ കൊടുക്കലിനെ ഏറ്റുവാങ്ങുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ചരിത്രത്തിലെ ഏറ്റവും വലിയ വർഗീയമായിട്ടുള്ള ചേരിതിരിഞ്ഞുള്ള ഏറ്റുമുട്ടലിൽ നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ബീഭത്സമായ ദൃശ്യം എന്താണ്? 2 പെൺകുട്ടികളെ വിവസ്ത്രയാക്കി അവരെ വയലിലൂടെ ഓടിക്കുന്നു. ഒരു മോബ് അവരെ ഫോളോ ചെയ്യുന്നു. എന്നിട്ട് അവിടെ വെച്ച് അവരെ ബലാത്സംഗം ചെയ്യുന്നു. എന്നിട്ട് അവിടെ വെച്ച് അവരെ കൊല്ലുന്നു. ഇതല്ലേ മണിപ്പൂരിൽ മറ്റിടങ്ങളിൽ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ എത്താത്ത മറ്റിടങ്ങളിലും സംഭവിച്ചിട്ടുണ്ടാവുക? അവിടെയൊക്കെ പ്രധാനമന്ത്രിക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ പ്രധാനമന്ത്രിയല്ലേ? അദ്ദേഹം BJPയുടെ പാർലമെൻറ്റ് അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിലായിരിക്കാം ഒരുപക്ഷെ പ്രധാനമന്ത്രി ആയിട്ടുണ്ടാവുക. പക്ഷേ ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളുടെയും പ്രധാനമന്ത്രിയല്ലേ? ആ 140 കോടി ജനങ്ങളിൽ ഒരു വിഭാഗമല്ലേ മണിപ്പൂരിൽ നിൽക്കുന്നത്? അവിടെയൊക്കെ പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കിയോ? നിങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നു? ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ, വിശ്വസിക്കാനാവുന്നുണ്ടോ? ഒരു പ്രധാനമന്ത്രിക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു വർഗീയ സംഘർഷത്തിൽ നിന്ന്, അങ്ങനെ ഒരു വിഘടനവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവുക? ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു അദ്ദേഹം. ഈ പറയുന്ന പർട്ടിക്കുലറായിട്ടുള്ള ദൃശ്യം പുറത്തു വന്നപ്പോൾ പാർലമെൻറ്റ് തുടങ്ങുന്നു എന്ന് വന്നതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് മാത്രം തൊട്ടു പോവുകയല്ലേ പ്രധാനമന്ത്രി ചെയ്തിട്ടുള്ളത്? അപ്പോൾ അത്രയും വിഭാഗീയമായി ചിന്തിക്കുന്ന ഒരു രാജ്യത്ത്, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നേരിട്ട ഒരു വർഷം,
ആ വർഷത്തിൻ്റെ അവസാന നാളുകളിൽ ക്രിസ്മസ് ദിനത്തിൽ ഈ പറയുന്ന ബിഷപ്പുമാരൊക്കെ വാലാട്ടി കൊടുക്കുക എന്ന് പറയുന്നത് അതൊക്കെ വലിയ നിലയിൽ തന്നെ പ്രതികരിക്കേണ്ട വിഷയമാണ്. അതാണ് ഞാൻ സജി ചെറിയാൻ്റെ വാക്കുകളെ ന്യായീകരിച്ചിട്ടുള്ളത് എന്ന് പറയാതെ വയ്യ. നമുക്ക് ഇവിടെ വേറൊരു തരത്തിലുള്ള വ്യാഖ്യാനം കൂടി സംഭവിക്കുന്നുണ്ട്. അതായത് കേരളത്തിൽ നേരത്തെ JR പത്മകുമാർ പറയേണ്ടത്, ഇവിടെ സുജിയ പാർവതി അത് ചൂണ്ടിക്കാണിക്കേണ്ടായി. മുമ്പ് അനിൽകുമാർ മുസ്ലിം പെൺകുട്ടികൾ മലപ്പുറത്ത് തട്ടം തുടങ്ങിയത് ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ മികവ് കൊണ്ടാണ് എന്നുള്ളൊരു പരാമർശം ഉടനെ തന്നെ MV ഗോവിന്ദൻ അത് തിരുത്തിച്ചല്ലോ. അപ്പോൾ ഇവിടെ സജി ചെറിയാൻ ഈ നിലയിലുള്ള പരാമർശം നടത്തിയപ്പോൾ ആരും തിരുത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് പരസ്പരം, അതായത് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗീയത പരമാവധി ഉപയോഗപ്പെടുത്തി ക്രിസംഗി രൂപപ്പെട്ടിട്ടുണ്ടല്ലോ, ആ ക്രിസംഗിക്ക് ചൂടേറ്റി കൊടുക്കുകയാണ്. ഇങ്ങനെ പതുക്കെ ഇവിടെയും ഒന്ന് കത്തിക്കിട്ടിയാലുണ്ടല്ലോ വളരെ സമാധാനപരമായി BJPക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, സംഘപരിവാറിന് മുന്നോട്ട് പോകാൻ. അതിനിങ്ങനെ പതുക്കെ കത്തിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഭാഗ്യവശാൽ ഇതുവരെ കത്തിയിട്ടില്ല. പക്ഷെ കത്തില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് എത്രമാത്രം വിഷമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചല്ലേ ക്രിസ്ത്യൻ വിഭാഗത്തെ പറയുമ്പോൾ അതിനെ സമീകരിക്കാൻ ശ്രമിക്കുന്നത് അപ്പുറത്ത് മുസ്ലിം എന്ന് പറയുന്നൊരു മറ്റൊരു ന്യൂനപക്ഷത്തെ കൂടി പ്രതിനിധീകരിച്ചുകൊണ്ട് പോകുന്നു. ഒരു ഭാഗത്ത് കേക്ക് വിതരണം ചെയ്യുന്നു, മറുഭാഗത്ത് പൗരത്വാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറ്റൊരു പ്രതികരണം ഉണ്ടാകുന്നു. ഇതാണ് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ നമ്മൾ കാണുന്ന ഏറ്റവും നമ്മളെ സംബന്ധിച്ച് അസ്വസ്ഥപ്പെടുത്തുന്ന കാഴ്ചകൾ. സുജയ, ഇക്കാര്യത്തിൽ ഈ മുസ്ലിം പ്രീണനം എന്ന് പറയുന്നത് അത് CPM-ന്റെ കൃത്യമായി അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നറേറ്റീവാണ്. അതായത് ഇപ്പോൾ പൗരത്വ നിയമത്തിന്റെ കാര്യത്തിലായാലും ഏക സിവിൽ കോഡിന്റെ അത് താങ്കൾ ഇതുമായി ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. സജി ചെറിയാന്റെ പരാമർശത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞല്ലോ. ബിഷപ്പിനെ കുറിച്ചാണ്, മുസ്ലിമിനെ കുറിച്ചല്ല. മുസ്ലിമിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാമെങ്കിൽ എനിക്ക് അതിന് മറുപടിയും പറയാം. ഇവിടെ സമീകരണത്തെ കുറിച്ച് പറഞ്ഞല്ലോ. സമീകരണമല്ല, കൃത്യമായി പൗരത്വ നിയമത്തിനെതിരായ പ്രക്ഷോഭത്തിൽ അല്ലെങ്കിൽ ഏക സിവിൽ കോഡ് വിഷയത്തിൽ സ്വീകരിക്കുന്ന തിടുക്കത്തിലുള്ള പ്രതികരണത്തിൽ അങ്ങനെ കൃത്യമായി ഇടതുപക്ഷം എവിടേക്കാണ് അടുക്കുന്നത് എന്നുള്ളത് ക്രൈസ്തവ സമുദായം അല്ലെങ്കിൽ സഭാ വിശ്വാസികൾ ബിഷപ്പുമാരൊക്കെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അവർ തങ്ങൾക്ക് സുരക്ഷിതമായ ഒരിടത്തേക്ക്, അതായത് ബിഷപ്പുമാർ അവിടെ പ്രധാനമന്ത്രിയുടെ വിരുദിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, വി ഹാവ് ട്രസ്റ്റ് ഇൻ മോദി എന്നാണ്. പ്രധാനമന്ത്രിയിൽ വിശ്വാസമുണ്ട് എന്ന് ബിഷപ്പുമാർ പറയുന്നുണ്ടെങ്കിൽ, അവിടെ എത്തിയ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ, ക്രൈസ്തവ സഭാ വിശ്വാസികളായ ആളുകൾ ആ പാർട്ടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ ട്രസ്റ്റിന്റെ ഇഷ്യൂ ആണ്. അല്ലാതെ തെറ്റിദ്ധരിപ്പിക്കാനായി കുതന്ത്രങ്ങളുമായി ആരൊക്കെ ഇരുന്ന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾക്ക് ഇതൊക്കെ സെൻസ് ചെയ്യാനും ജഡ്ജ് ചെയ്യാനുമുള്ള കപ്പാസിറ്റി ഉണ്ട്. 2007 നേരത്തെ ഇവിടെ റെഫർ ചെയ്തല്ലോ, അതായത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പറഞ്ഞത് മുതൽ ഇങ്ങോട്ട് എടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഓരോന്നും ഓഡിറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് സജി ചെറിയാൻ പറഞ്ഞ ഈ വാചകങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടാതെ പോകുന്നില്ല എന്നതിന് കൃത്യമായ ഒരു തെളിവായി തന്നെ മാറുകയാണ് ഈ KCBCയുടെ വക്താവ് ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളിയുടെ ആ ഒരു പ്രസ്താവന. ഒരു ലെങ്തി പ്രസ്താവനയാണ്. അതിനുശേഷം പ്രതികരണത്തിലും അത് തന്നെ ആവർത്തിക്കുകയാണ്. അപ്പോൾ അത് സുചിന്തിതമായ അഭിപ്രായം തന്നെയാണ്. സഭയ്ക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നേ. ആ സഭയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ കൈകടത്തുകയോ അല്ലെങ്കിൽ CPIM കൈകടത്തുകയോ ചെയ്യേണ്ട കാര്യമില്ല. സഭാവിശ്വാസികളായ ആളുകൾക്ക് ഇടയന്റെ അജഗണങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള രീതിയിൽ അവർ പ്രതികരിക്കും. അതിനെ സ്നേഹവിരുന്നിനെ അപമാനിക്കുക, കേക്കുമായി ചെല്ലുന്നു, മുന്തിരി വാറ്റിയ സാധനം, അങ്ങനെയൊക്കെ പറഞ്ഞ് അപമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മന്ത്രിയായാലും അല്ലാതെ ഏത് വ്യക്തിയായാലും അങ്ങനെ അപമാനിച്ചാൽ അവർ പ്രതികരിക്കും. അതിനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് അവർ താമസിക്കുന്നത്. അതെ, തീർച്ചയായും അത് പ്രതികരിക്കുക തന്നെ വേണം. എല്ലാ വിഷയങ്ങളിലും പ്രതികരണം ഉണ്ടാവണം. കേക്കിനെ കുറിച്ചും മുന്തിരി വാറ്റിയതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴുണ്ടാവുന്ന പ്രതികരണം, ചോര വീഴുന്ന മണിപ്പൂരിനെ കുറിച്ചും ഉണ്ടാവണം. എനിക്കത് കൂടുതലൊന്നും കൂട്ടിച്ചേർക്കാനില്ല. നേരത്തെ സ്മൃതി പറഞ്ഞു സജി ചെറിയാൻ തുടർച്ചയായി മോശം വാക്കുകൾ ഉപയോഗിക്കുന്നുവെന്ന്. ആ നിലയിൽ നമ്മളതിനെ കാണേണ്ടതില്ല. സജി ചെറിയാൻ ചിലപ്പോൾ രാഷ്ട്രീയം പറയുമ്പോൾ ചില കടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ പരാമർശങ്ങളുള്ള പ്രസംഗമൊക്കെ തന്നെയും കോടതിയിലൊരു കേസാകാതെ പോകുന്നത് കൂടി നമ്മൾ കാണണം എന്നുള്ളത് ഒന്ന്. അവിടെ സജി ചെറിയാൻ പറഞ്ഞ ആ ഒരു വ്യാഖ്യാനമാണ് കോടതി പോലും കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, നോക്കൂ, ഇവിടുത്തെ KPC പ്രസിഡന്റ് പിണറായി വിജയൻ്റെ അച്ഛൻ കോരനെ പരാമർശിച്ചിട്ടാണ് ഓരോ വാർത്താ സമ്മേളനവും അവസാനിപ്പിക്കുന്നത്. ആ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിനെയൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള വിമർശനത്തിൽ കടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത് കേരള കോണ്ടെക്സ്റ്റിൽ സാധാരണഗതിയിൽ നടക്കുന്നതാണ്. പിന്നെ ഈ നേരത്തെ സുജിയ പാർവതി പറഞ്ഞു, ഈ ക്രൈസ്തവരും ഈ കമ്മ്യൂണിസ്റ്റുകാരും, നോക്കൂ, ക്രൈസ്തവരുടെ ദേവാലയങ്ങൾ എവിടെയൊക്കെ ആക്രമിക്കപ്പെട്ടോ അവിടെയൊക്കെ തന്നെയും അവർക്ക് അവരുടെ ശുശ്രൂഷ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷ പാർട്ടികളുടെ ആപ്പീസുകളിലാണ് എന്ന് ഓർക്കണം. അവിടെയൊന്നും തന്നെയും ഇടതുപക്ഷ പാർട്ടികൾ വലിയ ശക്തിയുള്ള പാർട്ടികളൊന്നുമല്ല. പക്ഷേ എന്നിട്ട് പോലും അവിടെയുള്ള ചെറിയ ആപ്പീസുകളിലാണ് ഈ പറയുന്ന ക്രൈസ്തവ ശുശ്രൂഷകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ട്. ആഭ്യന്തര ശത്രുക്കളിൽ ക്രൈസ്തവരുണ്ട്.
ക്രൈസ്തവരുണ്ടല്ലോ ഉണ്ട് ഉണ്ട്. അപ്പോൾ തോന്നുന്നു. ക്രൈസ്തവര്, മുസ്ലിം, കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്ന ആഭ്യന്തര ശത്രുക്കളാണ്. ആഭ്യന്തര ശത്രു. ഒരു ആഭ്യന്തര ശത്രു ആക്രമിക്കപ്പെട്ടപ്പോൾ മറ്റൊരു ആഭ്യന്തര ശത്രുവിന്റെ ആപ്പീസ് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഒരു അവർ ഈ ആഭ്യന്തര ശത്രു മനസ്സിലാക്കിയ കൊള്ളാം. ആഭ്യന്തര ശത്രുവാണ് എന്നുള്ളതായിരുന്നല്ലോ. മറ്റേ ആഭ്യന്തര ശത്രു കൂടി ഇതൊന്നും മനസ്സിലാക്കിയ മനസ്സിലാക്കിയ ഉപകാരം ഉണ്ടാവും. അതെ അതെ. അപ്പോൾ ആഭ്യന്തര ശത്രുവിന്റെ ശത്രുവാണ്. ശത്രു മിത്രം എന്നുള്ള ആ ഒരു ആംഗിളൊക്കെ കഴിഞ്ഞു, അതിന്റെ കാലം കഴിഞ്ഞു. ആഭ്യന്തര ശത്രു അല്ലാതായി. അല്ല, അത് ആ കാലഘട്ടത്തിൽ എഴുതിയതാണ്. ഈ കാലഘട്ടത്തിൽ എന്താണ് റിയാലിറ്റി എന്നുള്ളത് ക്രൈസ്തവ സഭ തിരിച്ചറിയുന്നുണ്ട്, നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ. അല്ല, ആഭ്യന്തര ശത്രു എന്ന നിലപാട് മാറി, അങ്ങനെയാണോ? കൃത്യമായി ഇപ്പോൾ എടുക്കേണ്ട നിലപാട് എന്താണോ അത് ക്രൈസ്തവ സഭകൾക്കറിയാം, അത് അവർ എടുക്കുന്നു. അല്ല, ആഭ്യന്തര ശത്രു എന്ന് എഴുതിയിരുന്നത് അംഗീകരിക്കുന്നുണ്ടല്ലോ സുജയ. എഴുതി വെച്ചിരിക്കുന്നതല്ലേ, ഞാൻ നിഷേധിച്ചാലും എഴുതിയത് അവിടെ ഉണ്ടാകുമല്ലോ, ആ പേജിൽ ഉണ്ടാകും. അപ്പോൾ ആഭ്യന്തര ശത്രു പക്ഷം ഇന്നത്തെ യാഥാർത്ഥ്യം അതല്ല ആഭ്യന്തര എന്ന് ശത്രു മാത്രം. പരാമർശം എങ്ങനെയാ വന്നത്? അതെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സമരത്തിൽ പങ്കെടുത്ത് ഊർജ്ജം കളയരുത്, നമുക്ക് കളയരുത്, ആഭ്യന്തര ശത്രുക്കളെ പോരാടി തോൽപ്പിക്കണം എന്നുള്ളതായിരുന്നു സ്റ്റേറ്റ്മെന്റ് അല്ലേ. അവിടെയുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ പുരോഗതിക്ക് എന്തെങ്കിലും സംഭാവന കൊടുത്തിട്ടുള്ളതിൽ നിസ്തുലമായ സംഭാവന നൽകിയത് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾ കൂടിയാണ്. നമുക്കറിയാവുന്നതുപോലെ തുമ്പയിലെ പള്ളി വിട്ടുകൊടുത്തിട്ടാണ് ആദ്യത്തെ ശാസ്ത്ര പരിവേഷണം നടത്തുന്നത്. അങ്ങനെ ഇന്ത്യയുടെ നാനാതുറകളിലുള്ള വികസനത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തൊരു ദേവാലയമുള്ളത് ഈ ക്രിസ്ത്യൻ പള്ളിക്കാണ്. ആ പള്ളികളിൽ ഒന്നാണ് ചുട്ടിരിക്കപ്പെട്ടത്. ആ പള്ളികളിൽ ഒന്നിൽ പ്രാർത്ഥിക്കാൻ വന്ന ബിഷപ്പിൻ്റെ പേരാണ് ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസ്. അദ്ദേഹത്തെ മാത്രമല്ല സുജയ, 2 കുഞ്ഞുങ്ങളെ കൂടിയാണ് ആ ജീപ്പിലിട്ട് കത്തിച്ചു കളഞ്ഞത്. കാണ്ടഹാലിൽ ആ കന്യാസ്ത്രീകളെ കൊല്ലുമ്പോൾ അവരെ ക്രൂരമായി റേപ്പ് ചെയ്താണ് കൊന്നത്. ഈ പാർട്ടി പ്രതികരിച്ചിട്ടില്ല അവരെ കൊന്നവർക്കെതിരെ. മണിപ്പൂരിൽ ഇപ്പോഴും നിശബ്ദമാണ് എന്നുള്ളതാണ്. അവിടെയൊക്കെയാണ് ബിഷപ്പിൻ്റെ ഈ മൂകത ഒരു പ്രധാനപ്പെട്ട വിഷയമെത്തിയത്. ഞാൻ ഒരു കണക്ക് കൂടി മാത്രം പറയാം. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും 2016 BJPക്ക് ഉണ്ടായിരുന്ന 10% എന്ന് പറയുന്ന വോട്ട് ബാങ്ക് 2021 എത്തിയപ്പോഴേക്കും ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കിടയിൽ 1%, 1.5% കുറയുന്ന കാഴ്ചയാണ് നമ്മൾ. അടുത്ത വിഷയം അതാണ് തോന്നുന്നു. ഇനി അതാണ് ഇനിയിപ്പോൾ നമ്മൾ തൃശ്ശൂരിലേക്ക് കൂടി പോവുകയാണ്. തൃശ്ശൂരിൽ എങ്ങനെയാണ് ഇനി ഈ കാര്യങ്ങൾ പ്രതിഫലിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. മതിമറന്നോ എന്ന ചോദ്യത്തിന്, മന്ത്രി മതിമറന്നോ എന്ന ചോദ്യത്തിന് മീറ്റ് ദ എഡിറ്റേഴ്സിൻ്റെ വിധി ഇങ്ങനെയാണ്: യെസ് എന്ന് 1, നോ എന്ന് 3. Meet the editors.